ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ നന്ദിനി ജയറാമിന് ഫുഡ് കൊടുത്തിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ രാജലക്ഷ്മി അമ്മ അവിടെ നിപ്പുണ്ടായിരുന്നു. രാജലക്ഷ്മി അമ്മ കണ്ടെന്ന് മനസ്സിലാകുമ്പോൾ നന്ദിനിയാണെങ്കിൽ ടെൻഷൻ ആവുകയാണ്. അമ്മ കണ്ടെന്നാണ് തോന്നുന്നത്, ഇനി എന്താണ് പറയുക എന്നൊക്കെ ഓർക്കുന്നു. എന്തായാലും സത്യം തന്നെ അമ്മയോട് തുറന്ന് പറഞ്ഞേക്കാമെന്നൊക്കെ കരുതുന്നു. പക്ഷെ നന്ദിനി അടുത്തേക്ക് വരുമ്പോൾ രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നത്, മോൾക്ക് സന്തോഷമായോ, പൂജയൊക്കെ നന്നായിട്ട് നടന്നല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് പൂജയൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ. ആ സമയത്താണെങ്കിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് സാവിത്രിയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്, സാവിത്രി എങ്ങനെയാണ് ഈ പൂജയ്ക്ക് സമ്മതിച്ചതെന്ന്. നന്ദിനി അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ സാവിത്രിയോട് ഒരു കള്ളം പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു. കാർത്തിക്കിന്റെ കുഞ്ഞ് അച്ചമ്മ കാലാണെന്ന് പറഞ്ഞു, അത് കേട്ടിട്ടാണ് പൂജയ്ക്ക് സമ്മതിച്ചതെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ രാജലക്ഷ്മി അമ്മ ഒരുപാട് ചിരിക്കുന്നുണ്ട്. സാവിത്രിക്കപ്പോൾ മനസ്സിലാകുന്നുണ്ട് തന്നെ മീനാക്ഷി ചതിച്ചതാണെന്നൊക്കെ. ഇനിയും പൂജ മുടക്കാൻ പറ്റത്തില്ല, പക്ഷെ ആ പൂജ ഞാൻ അലങ്കോലമാക്കുമെന്നൊക്കെ പറയുന്നു. സാവിത്രി പറയുന്നുണ്ട് അമ്മായി അമ്മയാണെങ്കിൽ മരുമകളുടെ കാലനായിട്ട് മാറാൻ പോവുകയാണെന്നൊക്കെ. പിന്നീട് മീനാക്ഷി കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാവിത്രി അടുത്തേക്ക് ചെല്ലുന്നു. സാവിത്രി ചോദിക്കുന്നുണ്ട്, നീ തേൻ ശേഖരിക്കാൻ കാട്ടിൽ പോകുന്നില്ല എന്നൊക്കെ. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, അത് മാത്രമല്ല ACPയും കൂടെ ചേർന്ന് വേണം പോകാനെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, അവനാണെങ്കിൽ ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, നീ ആണെങ്കിൽ ഇവിടുത്തെ ജോലിക്കാരനൊരാളുണ്ട്, അയാളെയും കൂട്ടിയിട്ട് ഞാൻ അവനെ പിന്നാലെ പറഞ്ഞു വിടാമെന്നൊക്കെ പറയുന്നു. മീനാക്ഷി അപ്പോൾ പോകാമെന്ന് പറയുന്നു. സാവിത്രി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾ എന്നെ കോമാളിയാക്കിയതാണ്, ഇവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഓർക്കുന്നു. പിന്നീട് അടുത്ത ദിവസം മീനാക്ഷിയും കാർത്തികും കാട്ടിലേക്ക് പോകുന്നുണ്ട് തേൻ ശേഖരിക്കാൻ വേണ്ടി. അവരെ സഹായിക്കാൻ കൂടെ ഒരാളുമുണ്ട്. രണ്ടുപേരും സംസാരിച്ചൊക്കെ കാട്ടിലൂടെ പോകുന്നത് കാണുമ്പോൾ സാവിത്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല. സാവിത്രിയും അവരെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. മീനാക്ഷിക്ക് ചില സ്ഥലത്ത് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി കൈയൊക്കെ കാർത്തിക് കൊടുക്കുന്നു. അതുപോലെ തന്നെ മരത്തിന്റെ അപ്പുറത്തേക്ക് ചാടി കടക്കാൻ പറ്റാത്തത് കൊണ്ട് മീനാക്ഷിയാണെങ്കിൽ എടുത്തിപ്പുറത്തേക്കൊക്കെ ആക്കുന്നുണ്ട് കാർത്തിക്. ശേഷം കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ്. രണ്ടുപേരും സ്വാമിനാഥന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. സ്വാമിനാഥനാണെങ്കിൽ രണ്ടുപേരും സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. വൈശാഖ് ചോദിക്കുന്നുണ്ട്, ബർത്ത്ഡേയുടെ ആഘോഷമൊന്നും ആയില്ല, ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ. സ്വാമിനാഥൻ ഇപ്പോൾ പറയുന്നുണ്ട്, സമയമാകുന്നേ ഉള്ളൂ, എന്റെ ഭാര്യയും മകളുമാണെങ്കിൽ അമേരിക്കയിലാണ്, ഞാനാണെങ്കിൽ ഒറ്റയ്ക്കുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ഏകാന്തവാസമാണെന്നൊക്കെ പറയുന്നു. നിങ്ങൾ എന്തായാലും എനിക്ക് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. മൈഥിലി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇയാൾ ഒരു കള്ളനാണ്, ഇയാളുടെ മനസ്സിൽ എന്തോ ഉദ്ദേശമുണ്ടെന്നൊക്കെ. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ മീനാക്ഷിയോടും കാർത്തിക്കിനോടും കൂടെയുള്ള ആൾ പറയുന്നുണ്ട്, അവിടെ തേനീച്ചക്കൂടുണ്ട്, കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. രണ്ടുപേരും അത് കാണുന്നുണ്ട്. അപ്പോൾ ഇനിയും എങ്ങനെയാണ് തേൻ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾ അപ്പോൾ പറയുന്നുണ്ട്, ഇനിയുമാണെങ്കിൽ തീയിട്ട് തേനീച്ചകളെ ഓടിക്കണം, അതിനുശേഷമാണെങ്കിൽ തേൻ എടുക്കണമെന്നൊക്കെ പറയുന്നു. ഇനി എങ്ങാനും തേനീച്ചകൾ കുത്താൻ വന്നാൽ ഈ ബെഡ്ഷീറ്റ് ഉണ്ട്, അത് വെച്ച് മൂടി പൊതയ്ക്കണമെന്നും പറയുന്നുണ്ട്. ഇവരെ ഫോളോ ചെയ്ത് സാവിത്രിയും അവിടെ വരെ കഷ്ടപ്പെട്ടു വരുന്നുണ്ട്. മീനാക്ഷി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ആ തേനീച്ച കൂട്ടങ്ങളൊക്കെ പോകില്ല എന്നൊക്കെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അങ്ങനെ പോകില്ല, അത് കൂട്ടമായിട്ട് വന്ന് നമ്മളെ ആക്രമിക്കുമെന്നൊക്കെ പറയുന്നു. അത് സാവിത്രിയും കേൾക്കുന്നുണ്ടായിരുന്നു. സാവിത്രി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾക്കുള്ള പണി ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാമെന്ന്. അതേസമയം അയാളാണെങ്കിൽ കാർത്തിക്കിനോട് പറയുന്നുണ്ട്, സാറ് കൂടെ വാ, നമുക്ക് തീ ഒരുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറയുന്നു. സാവിത്രി അപ്പോൾ ആ തേനീച്ച കൂട്ടിലേക്ക് കല്ലെറിയുകയാണ്. ഉടനെ തന്നെ തേനീച്ചകളെല്ലാം വന്നിട്ട് മീനാക്ഷിയെ ആക്രമിക്കുന്നുണ്ട്. മീനാക്ഷി അപ്പോൾ ACP എന്ന് പറഞ്ഞ് കരഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. ഉടനെ തന്നെ കാർത്തിക് ആണെങ്കിൽ ഒരു ബെഡ്ഷീറ്റുമായിട്ട് ഓടി വരുന്നുണ്ട്. ആ ബെഡ്ഷീറ്റ് വെച്ച് മീനാക്ഷിയുടെ മേലെ മൂടുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് നടക്കുന്നു. സാവിത്രി അപ്പോൾ ഓർക്കുന്നുണ്ട്, രണ്ടുപേരും ഒരു ബെഡ്ഷീറ്റിന്റെ ഉള്ളിലോ, ഞാനാണെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയോ എന്നൊക്കെ കരുതുന്നു. പ്ലാൻ ചീറ്റിപ്പോയല്ലോ എന്നൊക്കെ സാവിത്രി ഓർക്കുകയാണ്. ആ സമയത്ത് തേനീച്ചകളെല്ലാം സാവിത്രിയുടെ അടുത്തേക്കും വരുന്നു. സാവിത്രി ആണെങ്കിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പോകുന്നില്ല, സാവിത്രിയെ കുത്തുന്നുണ്ട്. സാവിത്രി സാരിയൊക്കെ വെച്ച് മൂടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്